നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ വിവാദ വിഷയങ്ങളെന്ന് പറയുന്നത് കുട്ടികളെ കൊണ്ട് പാദപൂജ ചെയ്യിക്കുക, പാദങ്ങൾ കഴിവിക്കുക, ഇങ്ങനെയുള്ള വിവാദങ്ങളാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് പാദസേവകരെയും ചെരുപ്പ് നക്കുന്നവരെയും ഒക്കെ ഒന്ന് കണ്ടാലോ? നല്ല രസമുള്ള കാഴ്ചകളാണ്. സ്വർഗത്തിൽ പോകാൻ വേണ്ടി ചെരുപ്പ് നക്കുന്ന യുവാക്കൾ. എത്ര മനോഹരമായ ആചാരങ്ങളാണ് നാം ഈ കാണുന്നത്. എത്ര ഭയഭക്തിയോട് കൂടിയാണ് ഈ ചെറുപ്പക്കാർ നിന്ന് ചെരുപ്പ് മുത്തുന്നതെന്ന് നോക്കൂ. അവരുടെ ഒരു ഭവ്യതയും, അവർക്ക് ചെരുപ്പ് മുത്തിയിട്ട് തന്നെ കൊതി തീരുന്നില്ല, വീണ്ടും വീണ്ടും മുത്താൻ വേണ്ടി നിൽക്കുകയാണ്. ചെരുപ്പ് മുത്തി സ്വർഗത്തിൽ പോകാനും സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും വേണ്ടിയുള്ള ഒരു ലക്ഷ്യമാണ് ഇവരുടേത്. പറഞ്ഞാൽ ഈ ചെറുപ്പക്കാർക്ക് ഒന്നും അറിയില്ല. ഇവരെ അതിലേക്കൊക്കെ പോകുന്നവരാണ്. ഇവർക്ക് 10, 500, 1000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഇതിനെ വീഡിയോ ആക്കി അവർ സൂക്ഷിക്കും. കാരണം ഇത്രയും ഭക്തിയുള്ള ഒരു ദൈവിക ശക്തിയുള്ള ഒരു മനുഷ്യനാണ് ഞാനെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സവക്കർ എന്ന് പറയുന്നവൻ ചെരുപ്പ് നക്കി എന്ന് പറഞ്ഞതിന്റെ കോലാഹലം നമ്മുടെ രാജ്യത്ത് ഇന്ന് വരെ തീർന്നിട്ടില്ല. അതിനെപ്പറ്റിയുള്ള ചർച്ചകളും വിവാദങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഇതെപ്പോഴോ ഈ കാണുന്നതോ ക്യൂ നിന്ന് ചെരുപ്പ് നക്കുകയും മുത്തുകയൊക്കെ ചെയ്യുന്നു. ഇതെന്തിന്റെ പേരിലാണപ്പ? വിശ്വാസത്തിന്റെ അടിമകളായി കഴിഞ്ഞാൽ പിന്നെ ചെരുപ്പല്ല, അവന്മാർ കുനിഞ്ഞു നിന്ന് കൊടുത്താൽ ആസനം നക്കാൻ പോലും ഇവരൊക്കെ തയ്യാറാവും. ഇവനെ പോലുള്ളവന്മാർ ബാത്റൂമിൽ പോയിട്ട് വന്ന് കുനിഞ്ഞു നിന്ന് കൊടുത്തിട്ട് ഇത് നക്കുന്നത് സ്വർഗത്തിൽ പോകാനുള്ള ഒരു മാർഗമാണെന്ന് പറഞ്ഞാൽ ഇവന്മാർ അതും ചെയ്യും. കാരണം വിശ്വാസത്തിന്റെ അടിമകളായി കഴിഞ്ഞാൽ എന്ത് നീച പ്രവൃത്തിയും ചെയ്യാനും ഇവന്മാർക്കൊരു മടിയും ഉണ്ടാവില്ല. എത്ര നികൃഷ്ടമായ പ്രവൃത്തികളാണ് ചെയ്യിക്കുന്നത്. മനുഷ്യൻ നടക്കാൻ ഉപയോഗിക്കുന്ന ചെരുപ്പെടുത്ത് ആ ചെറുപ്പക്കാരുടെ മുഖത്ത് വെച്ചു കൊടുക്കേ അവർ നക്കുന്നു, മുത്തുന്നു. എത്ര നികൃഷ്ടമായ പ്രവൃത്തിയാണിത്. ഇതിനെയും ന്യായീകരിക്കാനും വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പറയുവാനും നമ്മുടെ നാട്ടിൽ ജനങ്ങളുണ്ട്. പണ്ടൊരിക്കൽ മൈത്രേയൻ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ എല്ലാവർക്കും പോകണം, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ പോണോ ഇന്ന് എന്ന് ചോദിച്ചാൽ ഒരാൾക്കും പോണ്ട. ഇതാണ് വിശ്വാസം. കുറച്ച് പ്രായം ചെന്ന മനുഷ്യരൊക്കെയാണ് ചെന്ന് ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്താൽ നമുക്ക് അങ്ങനെയെങ്കിലും പറയാം, പ്രായമായവരല്ലേ, മരിക്കാറായില്ലേ, ഇനി എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ച് സ്വർഗത്തിൽ പോകാനുള്ള ഒരു മാർഗം കണ്ടെത്തണമെങ്കിൽ കണ്ടെത്തിക്കോട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. യുവാക്കള് 10, 20, 25 വയസ്സുള്ള ചെറുപ്പക്കാരാണ് ചെന്ന് ഇവനെ പോലുള്ള തെണ്ടിയുള്ള ചെരുപ്പ് നക്കാൻ നിൽക്കുന്നത്. ദൈവമേ, ഈ ലോകം എങ്ങോട്ടാണ്? ദൈവത്തിന്റെ പേരിലാണല്ലോ ഇതെല്ലാം നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം. ഈ അണ്ടഘടാകങ്ങൾ മൊത്തം സൃഷ്ടിക്കാൻ കഴിവുള്ള ദൈവം ഇവന്റെ ചെരുപ്പ് മുത്തിയിട്ട് വേണോ ഇനി സ്വർഗത്തിൽ പോയി? യുവാക്കളെ, നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി? ചിന്തിക്കൂ, തലയ്ക്ക് ബോധം വരുത്തൂ. ഈ അണ്ടഘടാകം മൊത്തം സൃഷ്ടിച്ചത് ദൈവമാണ്. ആ ദൈവത്തിന് ഇവന്റെ ചെരുപ്പ് മുത്തിയിട്ട് വേണോ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോയി? അത്ര പോലും ചിന്തിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലാതെ അടുത്തതാണ് അതിലും വലിയ വിശേഷം. അത് നമുക്കൊന്ന് കാണാം. നഗ്നസ്വാമിക്ക് വേണ്ടി കൈവിരിച്ചിരിക്കുന്ന സുന്ദരിമാർ. എത്ര മനോഹരമായ ആചാരങ്ങളാണ് നടക്കുന്നതെന്ന് നോക്കിയേ. ഈ സുന്ദരിമാരെല്ലാം കുനിഞ്ഞു നിന്ന് കൈ വെച്ചു കൊടുത്തിരിക്കണം. എന്തെന്നറിയാം? ആ തുണിയില്ലാതെ നിൽക്കുന്നവന് ഇവരുടെ കയ്യിൽ ചവിട്ടി നടക്കാൻ. അവന്റെ പാദങ്ങൾ ഈ കയ്യിൽ തട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പുണ്യങ്ങളാണ് കിട്ടാൻ പോകുന്നത്. ഇത്ര വിവരം കെട്ട ജന്മങ്ങളായി പോയല്ലോ നമ്മുടെ രാജ്യത്തുള്ള മനുഷ്യരെന്ന് ആലോചിക്കുമ്പോൾ തല കുനിഞ്ഞു പോവേണം. വിദേശ രാജ്യങ്ങളിലൊക്കെ തുണി കൊടുക്കാത്ത സ്വാമിമാരെ പറ്റിയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവരുടെ വായിൽ നിന്നൊക്കെ നമ്മളത് കേൾക്കേണ്ടി വരുമ്പോൾ എത്ര അപമാനമാണെന്നറിയാമോ? ഇതുപോലുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ പരന്നു നടക്കുന്നു. തുണിയില്ലാതെ നിൽക്കുന്നവന്റെ മുമ്പിൽ കുനിഞ്ഞെന്ന് കൈവച്ചു കൊടുക്കുന്നു, ചവിട്ടി നടക്കാൻ, സ്വർഗത്തിൽ പോകാനും ഐശ്വര്യങ്ങൾ ഉണ്ടാവാനും. അത് നോക്കിയേ, ആ സുന്ദരിമാർക്ക് എത്ര നല്ല സുന്ദരി പെമ്പിള്ളാരാണ് ആ കുനിഞ്ഞിരിക്കുന്നത്. ഇവന്റെ ആസനം കാണാൻ വേണ്ടി ഇരിക്കുന്നതാണ്. മനുഷ്യനായ ഒരു മൃഗത്തിനുള്ള ബുദ്ധിയെങ്കിലും വേണ്ടേ? നമ്മുടെ പോലെ മാംസവും മജ്ജയുള്ള ഒരു മനുഷ്യനല്ലേ അവൻ എന്താണ് പ്രത്യേകത? അവൻ ആര്? ദൈവത്തിന്റെ പുത്രനോ? ഈ സൃഷ്ടികർത്താവിന് നമ്മളെ ഒന്നും സംരക്ഷിക്കാൻ അറിയില്ലേ? ഇനി അവൻ ചവിട്ടിയിട്ട് വേണോ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടാൻ? എത്ര വിഡ്ഢിത്തരങ്ങളാണ് കാണിക്കുന്നത്. മനോഹരമായ ആചാരങ്ങൾ, ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗം. അതിലും വലിയ രസമാണ് ഈ കുനിഞ്ഞു നിൽക്കുന്നവളുമാരുടെ ബന്ധുക്കളാണ് അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുന്നത്. എന്തിനാണെന്നറിയോ? തന്റെ ഭാര്യയെ, സഹോദരിയെ, അമ്മേനെയൊക്കെ ഈ തുണിയില്ലാത്ത തെണ്ടി വന്ന് ചവിട്ടുന്നത് പിന്നീട് കണ്ട് ആസ്വദിക്കാൻ. വിവരം കെട്ടവന്മാരെ, നിനക്കെല്ലാം പോയി ആത്മഹത്യ ചെയ്തൂടെ? ഇതിനേക്കാൾ നല്ലത് അതാണ്. സ്വന്തം ഭാര്യയെയും സഹോദരങ്ങളെയും അമ്മയും കൊണ്ടുവന്ന് തുണിയില്ലാതെ വരുന്നവന്റെ മുമ്പിൽ കുനിച്ചു നിർത്തി കൊടുത്തിരിക്കുന്നു, ചവിട്ടി അനുഗ്രഹം നേടാൻ. നാശം പിടിച്ച ജന്മങ്ങൾ. വന്നിരിക്കുന്നു പുതിയ സംസ്കാരം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് സാറന്മാരുടെ കാല് കഴിവിക്കുക, ഗുരുകുല പൂജ, പുതിയ സംസ്കാരം. ഇതുപോലുള്ള നഗ്നസ്വാമിമാർക്ക് നടന്നു വരാൻ കുട്ടികളെ കുനിഞ്ഞു നിർത്തി പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തുടക്കങ്ങളൊക്കെ. കുട്ടികളെ കൊണ്ട് പഠിക്കാൻ പോകുന്ന കുട്ടികളെ കൊണ്ട് കാല് കഴിവിക്കുക, കാലിൽ പൂജ നടത്തിക്കുക. എന്താണിത്? നമ്മുടെ രാജ്യം സംസ്കാരം കൊണ്ട് അധപ്പതിക്കുകയാണോ? സംസ്കാരം കൊണ്ട് നന്നാവുകയാണോ? ഇതെല്ലാം മാറിയേ പറ്റുള്ളൂ. ഇടതുപക്ഷ ഗവൺമെന്റിനെങ്കിലും ഇത്തരം വൃത്തികെട്ട നെറിയേടുകളെ തടയുവാനുള്ള കരുത്തില്ലേ? പൂജ നടത്തിക്കുന്നു, പൂജ. നഗ്നസ്വാമിമാർക്ക് കോളേജിലും സ്കൂളിലും ഒക്കെ വന്ന് കുട്ടികളെ മുമ്പിൽ ഇരുന്നു കൊടുത്ത് അവരുടെ നഗ്നത പ്രദർശിപ്പിച്ച് കുട്ടികളെ കൊണ്ട് കാലും കൈയും കഴിയിപ്പിക്കുക, എന്നിട്ട് അതിൽ ചുംബിപ്പിക്കുക, പൂക്കൾ അർപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ ഈ വീഡിയോയിൽ കാണുന്നത്. ഇതുപോലെ പഠിച്ചു വന്നവരാണ് ഇതെല്ലാം ചെയ്യുന്നത്. ദയവായി കേരളത്തിലെങ്കിലും ഇതിനെ അനുവദിക്കാതിരിക്കും.